എന്തിനാണ് നമ്മൾ നവകേര സദസ്സ് കാസർഗോഡ് കൂടി തിരുവനന്തപുരം നടത്തിയത്? നടത്താനുള്ള കാരണം എന്ന് പറഞ്ഞാൽ GST വരുമാനം കേന്ദ്രം ഗണ്യമായി വെട്ടിക്കുറച്ചു നമ്മുടെ കയ്യിൽ നിന്ന്. അത് മാത്രമാണോ? കടമെടുപ്പ് പരിധി ഈ GST ഏതോ ഈ പറയുന്ന കിഫ്ബിൻ്റെ എമൗണ്ടും കൂടെ കടമെടുപ്പ് പരിധിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ 2018 തുടങ്ങിയിട്ടുള്ള പിന്നെ മുൻകാല പ്രാബല്യത്തോടു കൂടി ഇപ്പോൾ ഒന്നിച്ച് കട്ട് ചെയ്യാണ്. 4-5 ഘട്ടങ്ങളായിട്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ 10-30,000 കോടി അങ്ങനെ തന്നെ കട്ട് ചെയ്തു. നമ്മൾ എങ്ങനെയാണ് ഈ കടം എടുക്കുന്നതിനാണ്? ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ കടം എടുക്കുന്നതിനാണ് നമ്മൾക്ക് അത്യാവശ്യം വരുന്ന ഫണ്ട് നമ്മുടെ കയ്യിൽ എത്താത്ത സ്ഥലം, എന്നാൽ പിരിവുകൾ എത്താത്ത സ്ഥലം. നമ്മളെങ്ങനെയാണ് നമുക്ക് വേറെ വരുമാനങ്ങൾ നമ്മുടെ കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റ് ആകെ എന്താണ്? കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. ഇവിടെ നമുക്ക് ആകെ എന്താ വരുമാനം? കൺസ്യൂമർ നിന്ന് ടാക്സിൽ നിന്ന് മാത്രമാണ്. പിന്നെ എന്താ? റോഡ്, പെട്രോള്, മറ്റുള്ള സംവിധാനങ്ങൾ മാത്രമുള്ള ടാക്സല്ലേ നമ്മുടെ അടുത്തുനിന്നുള്ള, അല്ലാതെ വേറെ എന്ത് വരുമാനം നമ്മുടെ അടുത്ത്? നമുക്ക് കാര്യമായ വരുമാനങ്ങളൊന്നുമില്ല. എന്തുകൊണ്ട് വരുമാനം വരുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും കേരളത്തിലില്ല. നമ്മുടെ അടുത്ത് IT പാർക്കുകളില്ല കാര്യമായിട്ട്, നമ്മുടെ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ കാര്യമായിട്ടില്ല. മറ്റുള്ള സ്റ്റേറ്റുകളൊക്കെ നമ്മൾ പറയും, നമ്മൾ തമിഴ്നാട്ടിൽ പോയി പറയും പിന്നെ BMW വന്നു, പിന്നെ എന്താണ് മറ്റേ ഐഫോണിൻ്റെ ഫാക്ടറി വന്നു. നമ്മുടെ അടുത്ത് സ്ഥലം പോലും ഇല്ല. നമ്മളെന്താ സംഭവം? ഇപ്പം നമുക്ക് റോഡ് എടുക്കണം. ഇപ്പോൾ ഒരു എന്താണ് വ്യാവസായിക ഇടനാഴി വേണം. വ്യാവസായിക ഇടനാഴികൾക്ക് റോഡ് വേണ്ടേ? റോഡിന് വേണ്ടിയിട്ട് പണം വേണ്ടേ? അത് ഏറ്റെടുക്കണ്ടേ? ഉണ്ണി സാർ നേരത്തെ പറഞ്ഞ പോലെ സ്ഥലത്തിന് ഏറ്റവും വില കൂടിയ സ്ഥലം ഇന്ത്യയിൽ തന്നെ ഇത്രയും വില കൂടിയ സ്ഥലങ്ങൾ വളരെ കുറവാണ്. കാരണം എൻ്റെ സ്റ്റേറ്റിന് വിലയുണ്ട്.